ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ JDS MP പ്രജ്വല രേവണ്ണ ബംഗളൂരുവിലേക്ക് തിരിച്ചു. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് വിമാനം കയറി അർദ്ധരാത്രി 12:30 ബംഗളൂരുവിലെത്തും. പ്രജ്വലിനെ കസ്റ്റഡിയിലെടുക്കാൻ വൻ സന്നാഹവുമായി പ്രത്യേക അന്വേഷണ സംഘം സജ്ജമാണ്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ, എപ്പോഴാണ് പ്രജ്വല രേവണ്ണ ബംഗളൂരുവിൽ വിമാനം ഇറങ്ങുക? ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള, കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലെ അന്വേഷണ സംഘം വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, തീർച്ചയായും ആ അനിശ്ചിതത്വത്തിന് ഒരു അവസാനം ആയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ഇപ്പോൾ വിമാനം കയറിയിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അവിടെ നിന്ന് ഇന്ത്യൻ സമയം 4:06 ലുഫ്താൻസ എയർലൈൻ വിമാനത്തിൽ പ്രജ്വൽ വിമാനം കയറിയത്. അതായത് ജർമ്മനിയിലെ സമയം 12:30, ഇന്ത്യൻ സമയം 4:06 ടേക്ക് ഓഫ് ഉണ്ടായത്. ഇന്ന് രാത്രി അർദ്ധരാത്രി 12:30 ബംഗളൂരു വിമാനത്താവളത്തിൽ ഈ വിമാനം എത്തിച്ചേരും. നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അന്വേഷണ സംഘം പ്രജ്വലിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നിലവിൽ നടത്തിയിട്ടുണ്ട്. നേരത്തെ പ്രജ്വൽ രേവണ്ണ ഇവിടെ എത്തിയതിനു ശേഷം നാളെ രാവിലെ 10 മണിക്ക് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാം എന്നായിരുന്നു അഭിഭാഷകൻ മുഖേന അറിയിച്ചിരുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. എമിഗ്രേഷൻ, അതായത് വിമാനത്താവളത്തിലെത്തി എമിഗ്രേഷൻ നിലവിൽ ലുക്കൌട്ട് സർക്കുലർ, അതോടൊപ്പം തന്നെ ഈ ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ ഇഷ്യൂ ചെയ്തതിനാൽ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗത്തിൽ പ്രജ്വലിനെ തടയും. അതിനുശേഷം അന്വേഷണ സംഘത്തിന് കൈമാറുന്ന ഒരു നടപടിക്രമമായിരിക്കും ഉണ്ടാവുക. അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും അതായത് ഈ കേസെടുത്തതിന് പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക്, ജർമ്മനിയിലേക്ക് കടന്നത്. പിന്നീട് പലതവണ പ്രജ്വൽ തിരിച്ചു വരുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു തവണ ടിക്കറ്റ് ബുക്ക് ചെയ്ത വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു. എന്നാൽ പ്രജ്വൽ നാട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. അന്വേഷണത്തിൽ തന്നെ വലിയ പ്രതിസന്ധി നിലവിലുണ്ട്. അതായത് നിലവിലെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും. നാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം തീർച്ചയായിട്ടും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ എന്തായാലും ലഭ്യമാകുന്നത്. അവസാന നിമിഷം വരെ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പ്രജ്വൽ രേവണ്ണയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ ബംഗളൂരു സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഒരുപക്ഷെ ഇന്ന് ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയായിരുന്നെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ഈ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ നിൽക്കെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഒരുപക്ഷെ കോടതി നൽകിയേക്കാം. എന്നാൽ ഇന്നലെ ജാമ്യാപേക്ഷ നൽകുകയും ഉടൻ തന്നെ ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. നാളെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയത്. സ്വാഭാവികമായി അത് പ്രജ്വൽ രേവണ്ണക്ക് തിരിച്ചടിയായി. ഒടുവിൽ തിരിച്ച് ബംഗളൂരിലേക്ക് എത്തുക എന്ന് മറ്റ് നിർവാഹമില്ല. നേരത്തെ തന്നെ ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതോടൊപ്പം പ്രജ്വലിന്റെ മുത്തച്ഛനും അതോടൊപ്പം JDS അധ്യക്ഷനായിട്ടുള്ള HD ദേവഗൌഡയുടെ കടുത്ത വിമർശനം, അതായത് താക്കീത് ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പ്രജ്വൽ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നുവെന്ന വീഡിയോ സന്ദേശം പുറത്തിറക്കി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് വിമാനം കയറിയിട്ടുണ്ട് പ്രജ്വല രേവണ്ണ. അർദ്ധരാത്രി 12:30 ബംഗളൂരുവിലെത്തും. പ്രജ്വലിനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി വൻ സന്നാഹവുമായി പ്രത്യേക അന്വേഷണ സംഘവും സജ്ജമാണ് എന്ന് അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.